സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. 52 ദിവസങ്ങൾ നീണ്ട ട്രോളിംഗ് നിരോധനം അവസാനിക്കാൻ മണിക്കൂറുകൾ അവശേഷിക്കെ പുതിയ സീസണിനായുള്ള തയ്യാറെടുപ്പിലാണ് യന്ത്രവൽകൃത മത്സ്യബന്ധന സംസ്കരണ മേഖല. പതിനായിരക്കണക്കിന് കുടുംബങ്ങളുടെ ആശ്രയമായ യന്ത്രവത്കൃത മത്സ്യബന്ധന മേഖല പ്രതീക്ഷയോടെ ഉണരുകയാണ്. ട്രോളിംഗ് നിരോധനം അവസാനിക്കുമ്പോൾ ചാകര തേടി അറബിക്കടലിലേക്ക് കുതിക്കാനുള്ള അവസാനഘട്ട ഒരുക്കത്തിലാണ് ബോട്ടുകളിലെ പണിക്കാർ. പുതിയ സീസണിനായുള്ള തയ്യാറെടുപ്പിന്റെ തിരക്കും ഉത്സാഹവും നീണ്ടകര ശക്തികുളങ്ങര ഹാർബർ പരിസരത്ത് ദൃശ്യമാണ്. അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയ ബോട്ടുകളിൽ ഇന്ധനം, ഐസ്, ഭക്ഷണ സാമഗ്രികൾ, വെള്ളം എന്നിവ നിറച്ചു തുടങ്ങി. വലയുൾപ്പെടെയുള്ള മത്സ്യബന്ധന ഉപകരണങ്ങളും മറ്റും ബോട്ടിൽ കയറ്റുന്ന തിരക്കിലാണ് തൊഴിലാളികൾ. ട്രോളിംഗ് നിരോധന കാലയളവിൽ നാട്ടിൽ പോയിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളിൽ ഭൂരിഭാഗവും മടങ്ങിയെത്തിയതോടെ ഹാർബർ പരിസരം സജീവമായി. മത്സ്യബന്ധന ഉപകരണങ്ങൾ വിൽക്കുന്ന കടകളിലും തിരക്കേറി. ഹാർബർ പരിസരങ്ങളിൽ വലകളുടെ അറ്റകുറ്റപ്പണികൾ തീർക്കുകയും പുതിയ വലകൾ നിർമ്മിക്കുകയും ചെയ്യുന്ന വലപ്പണിക്കാർ തിരക്കിട്ട ജോലിയിലാണ്. വല ഫുൾ റീസെറ്റ് ചെയ്യുന്നു, പുതിയ വലകൾ പണിയുന്നു, എല്ലാം തീർന്നുകൊണ്ടിരിക്കുന്നല്ലോ. കടലിൽ പോയിട്ട് അവിടെ മീൻ കിളി, കണവ, കൊഞ്ചി, ഐക്കുറ, വാവല് അതുപോലുള്ള മീനുകൾ കിട്ടും. പരമ്പരാഗത വള്ളങ്ങൾക്ക് ട്രോളിംഗ് നിരോധന കാലയളവിൽ കാര്യമായി മത്സ്യം ലഭിച്ചതിനാൽ ട്രോളിംഗ് ബോട്ടുകളിലെ തൊഴിലാളികളും ഇത്തവണ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. ബോട്ടിൻ്റെ മെയിൻ്റെനൻസ്, വല കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ പണികളും തീർന്നു വരുന്നുണ്ട്. ക്ലൈമറ്റ് ഇപ്പോൾ ഭയങ്കര ചൂടാണ്. പിന്നെ നമുക്ക് പണിക്ക് പോയാലും മഴ പെയ്യും, ചിലപ്പോൾ കാറ്റുണ്ടാവും, അത് പറയാൻ പറ്റില്ല. കഴിഞ്ഞ കൊല്ലം ഭയങ്കര മഴ ഉണ്ടായിരുന്നു, ഈ കൊല്ലം എങ്ങനെ അറിയത്തില്ല. ജൂൺ 9 അർദ്ധരാത്രിയാണ് ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നത്. നീണ്ടകര പാലത്തിന്റെ തൂണുകളിൽ ബന്ധിച്ച ചങ്ങല ഫിഷറീസ് അധികൃതരുടെ മേൽനോട്ടത്തിൽ അഴിച്ചുമാറ്റുന്നതോടെ ട്രോളിംഗ് നിരോധനം അവസാനിക്കും. 4000-ഓളം ട്രോളിംഗ് ബോട്ടുകളാണ് സംസ്ഥാനത്തുള്ളത്. നേരിട്ടും അനുബന്ധ മേഖലകളിലുമായി 10,000-കണക്കിന് കുടുംബങ്ങളാണ് യന്ത്രവത്കൃത മത്സ്യബന്ധന മേഖലയെ ആശ്രയിക്കുന്നത്. ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കൊല്ലം നീണ്ടകരയിൽ നിന്നും നീരജ് ലാൽ, ആശ്രാമം.